ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ കുട്ടി, മുഹമ്മദ് സഹദ്. ഒരു ഹായ് പറഞ്ഞു. ഇവൻ്റെ കാലിന് ഇവന് ഒരു 9 മാസമായപ്പോൾ, ഇവന് 9 മാസം പ്രായമായപ്പോൾ ഇവൻ നടക്കൽ തുടങ്ങി. അപ്പോൾ ഇവൻ്റെ കാലിന് ഒരു വളവുണ്ടായിരുന്നു, നല്ല വളവുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഈ കാലിന് ഭയങ്കര വളവുണ്ടായിരുന്നു. ഇപ്പോൾ ക്ലിയറായി. ഇപ്പല്ല, ഈ കാലിന് നല്ല വളവുണ്ടായിരുന്നു. ഇങ്ങനെ ഇപ്പോൾ ഇവൻ നടക്കുമ്പോൾ കാലൊക്കെ ഇങ്ങനെയല്ല, കാല് ഇങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു. നല്ല വളഞ്ഞിട്ട് ഉള്ളിലേക്കൊന്നും ഇങ്ങനെ വളഞ്ഞിരുന്നു. പിന്നെ മുട്ടിൻ്റെ ഭാഗം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിട്ട് വളഞ്ഞിരുന്നു. അത് ഇപ്പോൾ പല കുട്ടികൾക്കും ഒരുപാട് കുട്ടികൾക്ക് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ എന്താണ് ചെയ്തത് എന്നുള്ളതിന് അപ്പുറത്ത് ഞാൻ എന്താണ് ചെയ്തത്, ഇത് മാറിക്കിട്ടാൻ. ഇപ്പം 3 വയസ്സായപ്പോഴത്തേന് മാറി, പൂർണ്ണമായിട്ടും മാറി ഇല്ല. പിന്നെ ഇനിയിപ്പം മാറാനായിട്ട് ഒന്നുമില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാം നടത്തൊക്കെ ക്ലിയറായി. ഇനിയിപ്പോൾ കാലിൻ്റെ പാദം ഒന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ചെറിയ ബെൻഡുണ്ട്. അത് നല്ല ഉണ്ടായിരുന്നു ആദ്യം. ഇപ്പോൾ അതിങ്ങനെ ക്ലിയറായി വരുന്നുണ്ട്. അതിനു വേണ്ടി ഞാൻ ആദ്യം ചെയ്തത്, ഞാനൊരു ഇതിനൊക്കെ സ്ഥിരമായിട്ട് കാണിക്കുന്ന കുട്ടികളുടെ ഡോക്ടർ പീഡിയാട്രിക്കിനെ കാണിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് MBS ഡോക്ടറായിരുന്നു. MBS ചെന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും മറ്റുള്ള എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഞാൻ അറിയുന്ന മറ്റൊരു കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടായിട്ട് മാറി എന്ന് പറയുന്നു. അവർ കാണിച്ചൊരു ഡോക്ടറുണ്ട്, മലപ്പുറത്തൊരു ഡോക്ടർ. അദ്ദേഹത്തിനെ പോയി കണ്ടു. അയാൾ പറഞ്ഞു, ഇത് കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നം പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല, ഒരു 2.5 വയസ്സാകുമ്പോഴേ മാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു മരുന്ന് കുറച്ച് കാലം, ഒരു 5-6 മാസം ഒരു മരുന്ന് കൊടുക്കാൻ പറഞ്ഞു. ഒരു ജംകാൾ എന്നായിരുന്നു മരുന്നിൻ്റെ പേര്. ഒരു കുപ്പിയിൽ, ഒരു നീല കുപ്പിയിലുള്ളൊരു മരുന്നാണ്, ജംകാൾ എന്നാണ് പേര്. ഒരു 6 മാസമൊന്നുമല്ല, ഏകദേശം ഒരു 5-8 മാസം, ഒരു വർഷത്തോളം ആ മരുന്ന് ഇങ്ങനെ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഒരു പൊടി തന്നിരുന്നത്, ഫസ്റ്റ് പോയപ്പോൾ തന്നെ ഒരു പൊടി, 3 പാക്ക് പൊടി, അത് പാലിൽ കലക്കി കൊടുക്കാൻ വേണ്ടി തന്നിരുന്നു. അതും ഒരു 3 പാക്കറ്റ് കൊടുത്തു. അതായത് 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും അങ്ങനെ ഒരു മാസം അത് 3 പാക്കറ്റ് കൊടുത്തു. അങ്ങനെ അതൊരു വഴിക്ക് ചെയ്തു. പിന്നെ ഇവൻ്റെ ഏകദേശം അങ്ങനെ തന്നെ മാറിയതെന്ന് പറയാം. പിന്നെ എൻ്റെ മറ്റൊരു കൂട്ടുകാരൻ്റെ കുട്ടിക്ക് ഉണ്ടായപ്പോൾ അവനോട് ഒരാൾ പറഞ്ഞു കൊടുത്തത്, ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു കൊടുത്തത്, അവന് ഈ അരക്കുഴമ്പ് എന്ന് പറഞ്ഞൊരു കുഴമ്പ് ഈ ആയുർവേദ ഫാർമസികളിൽ വാങ്ങാൻ കിട്ടും. ആ കുഴമ്പ് ഈ കാലിൽ തേച്ചിട്ട് വെയിൽ കൊള്ളിച്ചാൽ മതി എന്ന് പറഞ്ഞത്. ഇവനും ഞാൻ വെയിൽ കൊള്ളിച്ചിരുന്നു, രാവിലത്തെ ഇളവെയിൽ കൊള്ളിച്ചിരുന്നു. അങ്ങനെ വെയിൽ കൊള്ളിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇത് ഈ കാൽസ്യത്തിൻ്റെ ഒക്കെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. പിന്നെ എന്നോട് നല്ല പരിചയമുള്ള, ഞാൻ പലപ്പോഴും പല ആവശ്യങ്ങൾക്കും പോയി കാണാറുള്ള ഒരു ഹോമിയോ ഡോക്ടറുണ്ട്, ഫ്രാൻസിസ് ഡോക്ടർ, ഞങ്ങളുടെ നാട്ടുകാരനാണ്. അദ്ദേഹത്തിന് പോയിട്ട് കണ്ടിട്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ വാക്കർ ഉപയോഗിക്കുമ്പോൾ ഈ കുട്ടികൾ പെട്ടെന്ന് നടക്കുമ്പോഴാണ്, ഇവരുടെ കാലിൻ്റെ എല്ലിന് ബലം വരുന്നതിന് മുമ്പ് ഇവർ നടക്കൽ തുടങ്ങുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഈ വാക്കറൊന്നും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കരുത്. അവർ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നടക്കും, അന്ന് നടന്നാൽ മതി, അല്ലാതെ നമ്മൾ നിർബന്ധിച്ച് ആദ്യം നടത്തരുത്. ഇപ്പോൾ ഈ സ്ത്രീകളൊക്കെ പണികളൊക്കെ എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഈ വാക്കറിലൊക്കെ ഇരുത്തി, ചെറിയ കുട്ടികളെ 6 മാസം പ്രായമാകുമ്പോൾ തന്നെ വാക്കറിലൊക്കെ ഇരുത്തിയിട്ട് മറ്റു പണികളിലേക്ക് തിരിയും. അപ്പോൾ ഇല്ല പ്രശ്നം എന്താ വെച്ചാൽ, ഇവരെ കാലിന് എല്ലിന് ബലമാവുന്നതിന് മുമ്പ് അവർ നടക്കൽ തുടങ്ങുകയാണ്. അങ്ങനെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ അത് ചെയ്യരുതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ കുട്ടികളെ നല്ല ബലം കൊടുത്ത് നൽകുക. പിന്നെ ഫസ്റ്റ് ഞാൻ കാണിച്ചു പറഞ്ഞ ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, ഈ കാലിങ്ങനെ പിടിച്ചിട്ട് ഈ വളവ് ഇതുണ്ടോ, ഇങ്ങനെ ഇതൊരു വളവാണെങ്കിൽ ഇങ്ങനെ നല്ല ബലത്തിൽ ഈ വളവിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചൊന്ന് ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ ഒരു ദിവസം 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിരുന്നു. കുട്ടികൾക്കൊരു വേദന വരുന്നത് വരെ ഇങ്ങനെ വെല്ല ഇങ്ങനെ നല്ല പ്രസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. ഇതൊരു 2.5 വയസ്സായപ്പോഴത്തേന് പൂർണ്ണമായിട്ടും മാറി എന്ന് തന്നെ പറയാം. ഇപ്പോൾ ശരിക്കും മാറി. ഇപ്പോൾ ആദ്യമൊക്കെ നടത്തത്തിന് നല്ല പ്രയാസം ഉണ്ടായിരുന്നു. അവന് പ്രയാസമൊന്നുമില്ല, നമുക്ക് കാണുന്ന ആളുകൾക്ക് പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കുറേ ആളുകൾക്കുണ്ട്. അപ്പോൾ അത്
ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയാനാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഇത് വലിയ പേടിക്കാനുള്ള വിഷയമൊന്നുമല്ല. എല്ലാ കുട്ടികൾക്കും മാറുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സമാധാനത്തിൻ്റെ ഡോക്ടറെ പോയി കാണാം. പിന്നെ ഇതിപ്പോൾ ഡോക്ടർ കണ്ടിട്ടില്ലെങ്കിലും മാറുന്നൊരു വിഷയമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നല്ലെണ്ണ അല്ലെങ്കിൽ അരക്കുഴമ്പ് ഇതൊക്കെ തേച്ചിട്ട് വെയിൽ കൊള്ളിക്കുക, എന്നാൽ ഇത് മാറും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു വിഷയങ്ങൾ. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ചെറുക്കൻ്റെ ചാനലുണ്ടല്ലോ, എനിക്കുണ്ടൊരു ചാനൽ. എന്താ ചാനലിൻ്റെ പേര്? കിഡ്സ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഉറക്കനെ പറയാം. കിഡ്സ് ട്രിപ്പ്. ആ കിഡ്സ് ട്രിപ്പ് പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചാനലിൻ്റെ അല്ലെങ്കിൽ വീഡിയോൻ്റെ എന്തെങ്കിലും ലിങ്ക് ഞാൻ ഈ ചാനലിൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പോയിട്ട് ആ ചാനലും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ ഒരുപാട് വീഡിയോ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ ചാനൽ മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് കുറച്ച് ഈ പിന്നെ ചാനലിൽ കുറച്ച് വീഡിയോ ഞാൻ കാർട്ടൂൺ വീഡിയോകളൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ വീഡിയോകളൊക്കെ അതിൽ ഇടണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവൻ്റെ വീഡിയോകളാണ് ഞാൻ കൂടുതലും അതിലിട്ടിട്ടുള്ളത്. എനിക്ക് ഈ വീഡിയോകളൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.